ഇന്ന് ദുഃഖവെള്ളി ദിവസമാണ്. ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുകയാണ്. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും ചടങ്ങുകളും ഒക്കെ നടക്കുന്നു. കുരിശിൻ്റെ വഴി ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്ത് പാളയം സെന്റ് മേരീസ് കത്തീഡ്രലിലാണ് കുരിശിൻ്റെ വഴി ചടങ്ങുകൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. കർദിനാൾ മാർ ബേസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ സന്ദേശം നൽകുകയും ചെയ്തു. മാനസ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് ഈ ഇന്നത്തെ ദുഃഖവെള്ളി ചടങ്ങുകളുടെ വാർത്തകൾ നൽകാനായിട്ട്. നോക്കാം പള്ളികളിലെ ചടങ്ങുകൾ എങ്ങനെയാണ്, വിശ്വാസി സമൂഹം ഇന്നത്തെ പീഡാനുഭവ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത് എങ്ങനെയാണെന്ന്. മാനസ, ഗുഡ് മോർണിംഗ്. വിശ്വാസി സമൂഹം കുരിശിൻ്റെ വഴി ആചരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പീഠാനുഭവത്തിൻ്റെ ഓർമ്മ പുതുക്കി കുരിശുകളേന്തിക്കൊണ്ട് വിശ്വാസി സമൂഹം കടന്നു വരുന്ന ആ ഒരു പ്രാർത്ഥനാ നിർഭരമായ ചടങ്ങിൻ്റെ ദൃശ്യങ്ങൾ. തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ പീഠാനുഭവ സ്മരണയിൽ ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായുള്ള പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെയും തന്നെ രാവിലെ മുതൽ തന്നെ പാളയം കത്തീഡ്രലിൽ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ഈ കുരിശിൻ്റെ വഴി നടക്കുകയാണ് വിശ്വാസികൾ. അതായത് യേശു ജനിച്ച് ഈ മരണത്തിന് വിധിക്കുന്നത് മുതൽ സംസ്കരിക്കുന്നത് വരെയുള്ള 14 പ്രാർത്ഥനകൾ അടങ്ങിയുള്ള ഒരു കുരിശിൻ്റെ വഴിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ ക്ലീമീസ് കാതോലിക്ക ബാവയായിരുന്നു പ്രാരംഭ സന്ദേശം നൽകിയിരുന്നത്. ഒപ്പം തന്നെ വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെയും തന്നെ രാവിലെ തന്നെ നടന്നു കഴിഞ്ഞു. കുരിശുമരണത്തിന് മുന്നോടിയായി യേശുവിൻ്റെ പീഡാനുഭവങ്ങളുടെ ഓർമ്മ പുതുക്കാൻ വേണ്ടിയാണ് കുരിശിൻ്റെ വഴിയിലും വിശ്വാസികൾ പങ്കെടുക്കുന്നത്. വിവിധ പള്ളികളിൽ പ്രദക്ഷിണവും നഗരി കാണിക്കലും നടക്കും. ഇന്ന് രാവിലെ 6:45 സംയുക്ത കുരിശിൻ്റെ വഴി ചടങ്ങുകൾ പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിന് മുന്നിൽ ആരംഭിച്ചത്. പ്രാരംഭ സന്ദേശം കർദിനാൾ മാർ ബേസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സമാപന സന്ദേശം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ ആണ് നൽകുക. ഏതായാലും നിലവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വിവിധ പ്രാർത്ഥനാ ചടങ്ങുകളാണ്. അതിൻ്റെ ഭാഗമായുള്ള കുരിശിൻ്റെ വഴി ഈ വിശ്വാസികൾ പങ്കെടുത്ത ചടങ്ങാണ് നടക്കുന്നത്. ഇനി ഈ കുരിശിൻ്റെ വഴി സമാപിക്കുന്നത് തിരിച്ച് യേശുവിൻ്റെ ശരീരം സംസ്കരിക്കപ്പെട്ടു എന്ന വിശ്വാസത്തിലുള്ള പള്ളിയിലേക്ക് തന്നെയാണ്. 14ാമത്തെ പ്രാർത്ഥനാ കേന്ദ്രം കൂടിയാണ്. 14 പ്രാർത്ഥനാ കേന്ദ്രങ്ങളിൽ കൂടിയാണ് ഈ കുരിശിന്റെ വഴി നടക്കൽ ചടങ്ങ് നടക്കുന്നത്. 14ാമതാണ് പള്ളിയിലേക്ക് എത്തുന്നത്. ഒപ്പം തന്നെ പ്രാരംഭ സന്ദേശത്തിൽ ക്ലീമീസ് ബാവയുടെ ചില ഓർമ്മിപ്പിക്കൽ അതോടൊപ്പം തന്നെ പരാമർശങ്ങളൊക്കെയും തന്നെ ഉണ്ടായിരുന്നു. കുരിശിനെ മാനിക്കുവാൻ ചുറ്റും നിൽക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നതടക്കമുള്ള സമകാലിക വിഷയങ്ങളിൽ ഊന്നിയുള്ള ഒരു പ്രാരംഭ സന്ദേശം തന്നെയായിരുന്നു. കുരിശ് വെറും ഒരു മതചിഹ്നം മാത്രമല്ല, രക്ഷയുടെ അടയാളം കൂടിയാണ്. ലഹരി മാഫിയ സംഘങ്ങൾക്ക് മുന്നിൽ കുരിശ് പ്രത്യാശ നൽകട്ടെ എന്നതടക്കമുള്ള കാര്യങ്ങൾ, അതായത് കഴിഞ്ഞ ഈയടുത്തായി നിലനിൽക്കുന്ന ലഹരികളുടെ അല്ലെങ്കിൽ ലഹരി മാഫിയ സംഘങ്ങളുടെ അക്രമവും അതോടൊപ്പം തന്നെ ലഹരി ഉപയോഗം തുടങ്ങിയ വിഷയങ്ങളൊക്കെയും തന്നെ പരാമർശിച്ചുള്ള ഒരു പ്രാരംഭ സന്ദേശം തന്നെയായിരുന്നു. ഗൂഢസംഘങ്ങൾ ലഹരിയുമായി വീടിൻ്റെ മുന്നിലും കലാലയത്തിന് മുന്നിലും സമൂഹത്തിലും അഴിഞ്ഞാടുന്നുണ്ട്. ബുദ്ധി നശിച്ച തലമുറയെ ലഹരി സൃഷ്ടിക്കുകയാണെന്നതടക്കമുള്ള പരാമർശങ്ങളാണ് നടത്തിയത്. അതിനുശേഷമാണ് കുരിശിൻ്റെ വഴി ചടങ്ങുകൾ ആരംഭിച്ചത്. നിലവിൽ പുരോഗമിക്കുകയാണ്. 14 പ്രാർത്ഥനാ കേന്ദ്രങ്ങൾ പ്രാർത്ഥനയോടുകൂടിയാണ് ഇത്തരത്തിൽ കുരിശിൻ്റെ വഴി ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നത്. നേതൃത്വം വഹിക്കുന്നത് ക്ലീമീസ് കാതോലിക്ക ബാവ അതോടൊപ്പം തന്നെ തോമസ് ജെ നെറ്റോ ഉൾപ്പെടെയുള്ളവരാണ്. മനു, ശരി. ഏതായാലും കുരിശിൻ്റെ വഴി ചടങ്ങുകൾ നടക്കുന്നു. ദുഃഖവെള്ളി ആചരിക്കുകയാണ് വിശ്വാസി സമൂഹം. പീഡാനുഭവത്തിൻ്റെ ഓർമ്മ പുതുക്കുന്നു. നമ്മൾ ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും എല്ലായിടങ്ങളിലും ഇടങ്ങളിലും ഇത്തരത്തിലുള്ള പ്രാർത്ഥനകളും ചടങ്ങുകളും നടക്കുകയാണ്. ഇതിപ്പോൾ തിരുവനന്തപുരത്ത് പാളയം പള്ളിയിൽ നിന്നുള്ള പ്രാർത്ഥനാ ചടങ്ങിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ കർദിനാൾ മാർ ബേസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ പ്രാരംഭ സന്ദേശം നൽകുകയും ചെയ്തിരുന്നു. മാനസയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്.